ഈ കാണുന്ന മുതലേ നമ്മുടെ കടയിൽ നിന്ന് കിട്ടിയോണ്ട് മാത്രം ഇന്ന് കുറെ മാസങ്ങൾക്ക് ശേഷം ലോങ് വീഡിയോ ഒരെണ്ണം ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണം, അതായത് ഇന്ന് ഞായറാഴ്ച നമ്മളൊരു ടീം വിളിച്ചിട്ടുണ്ടായിരുന്നു. വലിയൊരു തെരണ്ടി കിട്ടിയേണ്ടി ചേട്ടാ ഏകദേശം 70 കിലോ 80 കിലോളം തൂക്കം വരുന്നതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തായാലും നിങ്ങൾ കൊണ്ടുപോകാം, നമുക്ക് നോക്കി നോക്കാന്ന്. അങ്ങനെ അറിയാലോ, നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം ഉച്ചവരെ 1 മണി വരെ കടയുണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇവർ വന്നപ്പോഴേക്കും ഏകദേശം 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ജോലിക്കാരൊക്കെ പോകാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ്ട ഇവർ ഈ തെരണ്ടിയെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ തന്നെ അധികം നേരമൊന്നും കളയാതെ ഈ കാണുന്ന നമ്മുടെ തട്ടിലേക്ക് എടുത്തിട്ട്, അപ്പോൾ ഏകദേശം നല്ല വലിപ്പമുണ്ട്. 70 കിലോ 80 കിലോ ഒക്കെ എടുത്ത് തൂക്കം വരുന്നുണ്ടെന്നാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തൂക്കാനുള്ളൊരു സംവിധാനമില്ല ഇത്രയും വലിപ്പമുള്ള തെരണ്ടിയും. അപ്പോൾ നമ്മുടെ ത്രാസൊക്കെ ഉണ്ട്, 100-ന് മേലേക്ക് ഉള്ള ത്രാസാണ്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഷേപ്പ് കണ്ടില്ലേ, നല്ല വട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വെക്കാനായിട്ടുള്ള കുറച്ച് പരിമിതികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കറക്റ്റ് തൂക്കവും കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ ഇതിനെ 4 കഷ്ണങ്ങളാക്കിയിട്ട് വെട്ടി മുറിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ തെരണ്ടിക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇഷ്ടം പോലെ വേസ്റ്റേജ് പോകുന്നുണ്ട്. അതായത് ഇതിൻ്റെ ലിവറായിട്ടും ഇതിൻ്റെ ആന്തരിക അവയവങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ വേസ്റ്റേജ് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ചിട്ടായിരിക്കും നമ്മൾ ഇത് തൂക്കി നമ്മൾ ഇവർക്ക് പൈസ അതിനുള്ള എമൗണ്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അതിപ്പോൾ തെരണ്ടിയെ പിടിക്കുന്നവർക്കായിരിക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്. തെരണ്ടിക്കാണ് മീനിങ്ങിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും കൂടുതൽ വേസ്റ്റേജ് പോകുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മീൻ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ നല്ല പുള്ളി, ശരിക്കും നമ്മുടെ പുള്ളിപ്പുലിയുടെയൊക്കെ പോലത്തെ കറക്റ്റ് അതേ ഡിസൈനാണ് ഇതിൻ്റെ ദേഹത്തും വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പുള്ളിത്തരണ്ടി എന്ന് പേരിട്ട് വിളിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിനെ കടൽ തീരത്തു നിന്നാണ് പിടിക്കണമെന്ന് ഇതിനെ പിടിച്ച് കരക്ക് കയറ്റുമ്പോൾ ഇതിൻ്റെ ദേഹത്ത് നിറയെ മണ്ണും ചെളിയൊക്കെ ആവാറുണ്ട്. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ നമ്മൾ കഴുകി കളയാറുണ്ട്. അപ്പോൾ അതേ മേൽഭാഗത്തെ കളഞ്ഞ് ഇനി അടിഭാഗത്തെയാണ് ഇനി തേച്ച് വരച്ച് കഴുകാനുള്ളത്. ഇതിൻ്റെ ദേഹത്ത് ഉളുമ്പുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ദേഹത്ത് ചെളിയും മണ്ണൊക്കെ പിടിക്കും. അപ്പോൾ അതൊക്കെയാണ് തേച്ച് വരച്ച് കഴുകുന്നത്. അതിന് ശേഷമാണ് നമ്മുടെ ചാക്കോച്ചേട്ടനെ കൊണ്ട് ഇതിനെ വെട്ടി 4 ശേഷമാണ് നമ്മളിതിനെ തൂക്കി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചാക്കോച്ചേട്ടൻ ആ തെരണ്ടിയെ വെട്ടാനുള്ള പരിപാടിയിലായിരുന്നെങ്കിലും അപ്പോഴേക്കും വേറൊരു കാളാഞ്ചി വെട്ടാനായിട്ടുള്ള ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ചേട്ടന്മാർ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. അപ്പോൾ അവർക്ക് ഈ കാണുന്ന കാളാഞ്ചിയെ വെട്ടി കൊടുക്കാനുള്ള പുറപ്പാടിലാണ് ചാക്കോച്ചേട്ടൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ആ തെരണ്ടിയെ വെട്ടോട്ടെ. അപ്പോൾ ഈ തിരണ്ടിയെ ചൂണ്ടിയിട്ട് പിടിച്ചത് നമ്മുടെ കാസ്റ്റ് മാസ്റ്റേഴ്സിലെ അക്ഷയാണ്. അക്ഷയ് ഇതിനു മുൻപ് തന്നെ ഈ സീസണിൽ ഇതിനു മുൻപ് ഒരു പ്രാവശ്യം വേറൊരു തെരണ്ടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് ഞാൻ അക്ഷയെ കാണുന്നത് കേട്ടോ. നോക്കിയാൽ ഇതിൻ്റെ വാ കണ്ട തെരണ്ടി ശരിക്കും ഒരു മനുഷ്യ മുഖത്തിന് സാദൃശ്യമായിട്ടുള്ള ഒരു രൂപമുണ്ട് ഇതിൻ്റെ വായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിനെ വെട്ടാനായിട്ട് ഇതേ ചാക്കോച്ചേട്ടൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാക്കോച്ചേട്ടൻ മുട്ടിയും കത്തിയും വെട്ടുകത്തിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ വെട്ടാനായിട്ട് കറക്റ്റ് ഒരു പൊസിഷനിൽ തിരിച്ചു നിർത്താനുള്ള പരിപാടികളാണ് ചാക്കോച്ചേട്ടൻ. കഴിക്കാനായിട്ട് ചാക്കോച്ചേട്ടൻ വാലാദ്യം വെട്ടാല്ലേ? നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ വിചാരിച്ചത് എത്രയും പെട്ടെന്ന് തന്നെ ഒറ്റ വീട്ടിന് വെട്ടിപ്പോരുന്നതാണ്. പക്ഷേ നല്ല വലിപ്പമുള്ള തെരണ്ടി ആയതുകൊണ്ട് തന്നെ, നല്ല മൂപ്പുള്ള തെരണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല ഹാർഡായിരുന്നു കേട്ടോ. അതിൻ്റെ വാലിന് തന്നെ ഒരു 6 അടിക്ക് മേലെ നീളം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ചാക്കോച്ചേട്ടൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 4 ആക്കിയിട്ട് വെട്ടാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ വാലൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് അക്ഷയ് ഒരു കാര്യം പറഞ്ഞത്. ഇതിൻ്റെ വാലിലായിരുന്നു ഇതിൻ്റെ ഹുക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. ഈ തെരണ്ടിയെ കിട്ടിയത് ഇതിൻ്റെ വാലിൽ ഹുക്ക് കയറിയതിന് ശേഷം ഉണ്ടാകും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയും. അപ്പോൾ തെരണ്ടിയെ മാത്രം ഉണ്ടാകും ഈ ഒരു രീതിയിൽ എപ്പോഴും പിടിച്ചെടുക്കാനായിട്ട്, ചൂണ്ടയിട്ട് പിടിച്ചെടുക്കാനായിട്ട് പറ്റുന്നത്, അതായത് ഒരു ഫോൾസ് ഹുക്കിൽ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാക്കോച്ചേട്ടൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വയറ് കീറിയിട്ട് അതിൻ്റെ ആന്തരിക അവയവങ്ങളായ കരളും ഹൃദയവും കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം മാത്രമാണ് നമ്മൾ ബാക്കിയുള്ള 4 കഷ്ണങ്ങളാക്കി വെട്ടത്തുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ വെട്ടുന്നതിൻ്റെ സമയത്ത് ഇതിൻ്റെ കരളിൻ്റെ അകത്ത് ഒരു കട്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിൻ്റെ ഒരു പച്ച ലിക്വിഡ് ഉണ്ട്. അത് സ്പ്രെഡ് ആവാതെ നോക്കണം ഇതിൻ്റെ മാംസത്തിൻ്റെ ഉള്ളിൽ. അത് സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മീറ്റിനൊരു കയ്പ്പ് രസം വരും. അപ്പോൾ അതിന് മുൻപായിട്ട് അത് പൊട്ടുന്നതിന് മുൻപ് ആ ഒരു കട്ട് എന്നാണ് നമ്മൾ അതിനെ പറയണത്. ആ ഒരു കട്ട്, ആ ഒരു സഞ്ചി, ആ ഒരു സാക്ക് പൊട്ടുന്നതിന് മുൻപ് നമുക്ക് സൂക്ഷിച്ച് അതിൻ്റെ ലിവർ പുറത്തെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ 4 ആക്കി ഇതിനെ മുറിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാക്കോച്ചേട്ടൻ വളരെ സൂക്ഷിച്ചിട്ടാണ് അതിൻ്റെ ഈ ലിവർ പുറത്തേക്ക് എടുക്കുന്നത്. കണ്ടില്ലേ ചാക്കോച്ചേട്ടൻ ആ
വെട്ടി പുറത്തേക്ക് എടുക്കുന്നത്, മുറിച്ച് പുറത്തേക്ക് എടുക്കുന്നത് അതിൻ്റെ ലിവർ തന്നെയാണ്. ഏകദേശം നല്ല തൂക്കം തന്നെ അതിൻ്റെ ലിവർ ഉണ്ടാവട്ടെ. അപ്പോൾ സ്ഥിതി അത് ആ ലിവർ ഇടാനായിട്ട് ഒരു പാത്രം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലിവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവർക്കും ഈ ഒരു തെരണ്ടിയുടെ പീസ് വാങ്ങിക്കുന്നവർക്ക് ഇത് കരൾ മുറിച്ച് ചെറിയൊരു കഷ്ണം ഒരു 50 ഗ്രാം 100 ഗ്രാം എന്നുള്ളൊരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് എല്ലാവർക്കും കൊടുക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിവർ കൂടി തെരണ്ടി കറി വെക്കുമ്പോൾ അതിലിട്ടിട്ടുണ്ടെങ്കിലാണ് കറിയിലിട്ടുണ്ടെങ്കിലാണ് ഇതിനൊരു ആ ഒരു ടേസ്റ്റും തെരണ്ടിയുടേതായ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ ഈ നെയ്യ്, അതായത് ഇതിൻ്റെ കരൾ നല്ല ഗുണമുള്ള കാര്യമാണെന്നും എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ തെരണ്ടി വാങ്ങിക്കുമ്പോൾ എല്ലാവരും പ്രത്യേകം തെരണ്ടിയുടെ ലിവറും ചോദിച്ചു വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യത്തെ പീസ് മുറിച്ചത് ഈ ബോക്സിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബോക്സിലിടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തൂക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ അതിനെ 4 മൊത്തത്തിൽ 4 കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ വിഭജിക്കാൻ പോണത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തെരണ്ടിക്ക് മാത്രം ഒരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ മുള്ളായാലും, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ആന്തരിക അവയവങ്ങളും വാലൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുള്ളടക്കം നമുക്ക് തിന്നാന്നുള്ളതാണ്. കണ്ടില്ലേ, അതിൻ്റെ തൊലി പോലും നമുക്ക് കളയേണ്ട ആവശ്യമില്ല. തൊലി എങ്ങനെയാണ് സാധാരണ കളയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് കത്തി കൊണ്ട് വടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ തൊലി സാധാരണഗതിയിൽ. പക്ഷെ നമ്മുടെ കടയിൽ വരുന്നവർക്ക് ആ ഒരു രീതി സുപരിചിതമല്ലെങ്കിൽ നമ്മളുടെ കടയിൽ അതിൻ്റെ സ്കിന് ചെത്തിയിട്ട് മുറിച്ച് കൊടുക്കുകയും ചെയ്യട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ മുള്ള് പോലും നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്നുള്ളതാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മുള്ളാണ് ഇതിൻ്റേത്. അപ്പോൾ നമുക്ക് കറുമുറന്ന് കടിച്ച് തിന്നാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. അതുകൊണ്ട് തന്നെയാണ് കുറേ പേർക്ക് ഇത് ഫേവറേറ്റ് ആണ്. എല്ലാ മീനിൻ്റെ എങ്ങനെ കഴിക്കാൻ പറ്റില്ല, ചില സ്രാവുകളുടെ മാത്രം എല്ലാം അങ്ങനെ ആ ഒരു രീതിയിൽ സോഫ്റ്റ് ബോൺ ആയിട്ടുള്ളത്. അപ്പോൾ ഈ തെരണ്ടിക്കാണ് ഏറ്റവും മെയിനായിട്ട്. അപ്പോൾ ആദ്യത്തെ പീസ് തൂക്കിയപ്പോൾ ആദ്യത്തെ 2 പീസ് തൂക്കിയപ്പോൾ ഏകദേശം 19.5 കിലോ ആ ഒരു 2 പീസിന് മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടാമത്തെ ബോക്സിലായിരുന്നു ഏറ്റവും വലിയ പീസ് ഉണ്ടായിരുന്നത്. ആ ഒരു 2 പീസ് മാത്രം ഏകദേശം 36 കിലോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആകെ മൊത്തം നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ 56 കിലോ ആയിരുന്നു. പിന്നെ അതിൻ്റെ ലിവർ മാത്രം തൂക്കിയപ്പോൾ ഏകദേശം 4-4.5 കിലോളം അതിൻ്റെ ലിവർ മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള വേസ്റ്റേജ് വേറെ. അപ്പോൾ മൊത്തത്തിൽ കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ 65 കിലോളം തൂക്കമുള്ള ഒരു പുള്ളിത്തരണ്ടിയായിരുന്നു നമ്മുടെ അക്ഷയും ടീമും പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ രീതി അനുസരിച്ച് റെഡി ക്യാഷാണ്. ഏത് മീൻ കൊണ്ടുവന്നുണ്ടെങ്കിലും നമ്മളത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ റെഡി ക്യാഷായിട്ട് നമ്മൾ കൊണ്ടുവന്ന ടീമിന് അപ്പം തന്നെ ഗൂഗിൾ പേ ചെയ്തോ അല്ലെങ്കിൽ കയ്യിൽ ക്യാഷായിട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ അക്ഷയ്ക്ക് തന്നെയാണ് ആ ഒരു ടോട്ടൽ എമൗണ്ട് കൂട്ടി കൊടുക്കുന്നത് കേട്ടോ നമ്മൾ. അപ്പോൾ എന്തായാലും ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ ഉച്ച വരെ ഉള്ളൂ. അപ്പോൾ ഈ തെരണ്ടിയെ നമ്മൾ ഇന്ന് കിട്ടിയ അക്ഷയ് പിടിച്ചിട്ടുണ്ടെന്ന തെരണ്ടിയെ നമ്മൾ നാളെ രാവിലെ ആയിരിക്കും മുറിക്കുന്നത്. അപ്പോൾ നാളെ രാവിലെ തെരണ്ടി ആവശ്യമുള്ളവർക്ക് നമ്മുടെ കടയിലോട്ട് വരാട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളും ഹാപ്പി, അവരും ഹാപ്പി. എന്തായാലും അക്ഷയ് എന്തായാലും ഓണത്തിന് മുൻപ് ഒരു പ്രാവശ്യം കൂടി എന്തായാലും വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറൊരു തെരണ്ടിയും പിടിച്ചുകൊണ്ട് വേറെ തെരണ്ടിയായാലും മീനായാലും നമ്മൾ എടുക്കോട്ടെ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരോടും ബായിട്ടാ. പിന്നെ താഴെ നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ മീനാണ് ഉണ്ടായി, ഇപ്പോൾ തെരണ്ടി ആയാലും തെരണ്ടി ഉണ്ടോ അല്ലെങ്കിൽ തെരണ്ടി 1 കിലോ 2 കിലോ മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ ആ ഒരു സൗകര്യം ഉണ്ടായിരിക്കുന്നതായിരിക്കട്ടെ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച്.